കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ വായനാ ഭാഗം ഉൽപ്പത്തി 41 42 അധ്യായങ്ങളാണ്. ഉൽപ്പത്തി 41 അധ്യായത്തിൽ ഫറവോൻ ആശങ്കാജനകമായ സ്വപ്നങ്ങൾ കാണുന്നു. 7 പുഷ്ടിയുള്ള പശുക്കളെ 7 ക്ഷീണിതമായ പശുക്കൾ തിന്നുകയും 7 നല്ല ധാന്യത്തണ്ടുകളെ 7 ക്ഷീണിതമായവ വിഴുങ്ങുകയും ചെയ്യുന്നു. അവൻ്റെ ജ്ഞാനികൾക്കാർക്കും അതിൻ്റെ വ്യാഖ്യാനം പറയാൻ കഴിയുന്നില്ല. അപ്പോൾ പാനപാത്രധാരിയായവൻ തടവറയിലുള്ള യോസേഫിനെ ഓർക്കുന്നു. യോസേഫിനെ ഫറവോൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ സഹായത്തോടെ അവൻ സ്വപ്നങ്ങൾ വ്യാഖ്യാനം ചെയ്യുന്നു. 7 സമൃദ്ധിയുള്ള വർഷങ്ങൾക്ക് ശേഷം 7 കടുത്ത ക്ഷാമവർഷങ്ങൾ വരും. സമൃദ്ധിക്കാലത്ത് ധാന്യം ശേഖരിക്കണമെന്ന് അവൻ ഉപദേശിക്കുന്നു. അവൻ്റെ ജ്ഞാനത്തിൽ ആകർഷിതനായ ഫറവോൻ യോസേഫിനെ മിസ്രൈമിൻ്റെ 2ാം ഭരണാധികാരിയായി നിയമിക്കുന്നു. യോസേഫ് ധാന്യം ശേഖരിച്ച് ദേശത്തെ വരുവാൻ പോകുന്ന ക്ഷാമത്തിനായി തയ്യാറാക്കുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ സമയക്രമം എങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അപ്രതീക്ഷിത ഉയർച്ച നൽകുന്നുവെന്ന് കാണിക്കുന്നു. തടവറയിലെ യോസേഫിൻ്റെ വിശ്വസ്തത ദൈവിക ഉന്നതിയിലേക്ക് അവനെ നയിക്കുന്നു. ജ്ഞാനം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കേണ്ടുന്നതും ആണ്. ദൈവം ഭാവി വെളിപ്പെടുത്തുന്നതിന് പുറമെ പരിഹാരങ്ങളും നൽകുന്നു. മറഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം തൻ്റെ ജനങ്ങളെ ഒരുക്കിയതിന് ശേഷം സ്വാധീനമുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി ഉദ്ദേശപൂർണവും കൃത്യവുമാണ്. ഇന്നത്തെ ജീവിതത്തിൽ പലരും ഒരു മുന്നേറ്റത്തിന് മുമ്പ് കാത്തിരിപ്പിൻ്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായി കാണാം. ഈ അധ്യായം നമ്മെ വിശ്വസ്തരായി തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം ദൈവത്തിന് ഒരു നിമിഷത്തിൽ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും. സമൃദ്ധിയുടെ സമയങ്ങളിൽ ജ്ഞാനപൂർവമായ തയ്യാറെടുപ്പിൻ്റെയും ഉത്തരവാദിത്വപരമായ ഉപയോഗത്തിൻ്റെയും പ്രാധാന്യം ഇത് പഠിപ്പിക്കുന്നു. ദൈവത്തിന് ഒരാളെ അപ്രശസ്തമായ അവസ്ഥയിൽ നിന്ന് സ്വാധീനമായ ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തുവാൻ കഴിയും. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരെ സേവിക്കുവാൻ ഉപയോഗിക്കേണ്ടവരാണ് നാം. ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കുന്നത് ലക്ഷ്യ നിറവേറ്റലിലേക്ക് നമ്മെ നയിക്കുന്നു. ഉൽപ്പത്തി 42 അധ്യായത്തിൽ ക്ഷാമം കനാൻ ദേശത്തേക്കും വ്യാപിക്കുന്നു. യാക്കോബ് തൻ്റെ പുത്രന്മാരെ ധാന്യം വാങ്ങാൻ മിസ്രൈമിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നാൽ ബെന്യാമീനെ അവൻ വീട്ടിൽ തന്നെ വയ്ക്കുന്നു. സഹോദരന്മാർ യോസേഫിൻ്റെ മുമ്പിൽ എത്തുന്നു. എന്നാൽ അവനെ അവർ തിരിച്ചറിയുന്നില്ല. യോസേഫ് എന്നാൽ അവരെ തിരിച്ചറിയുന്നു. അവൻ കഠിനമായി സംസാരിക്കുകയും അവർ ചാരന്മാരാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. അവരുടെ സത്യസന്ധത പരിശോധിക്കാനായി യോസേഫ് ശിമയോനെ തടവിൽ വയ്ക്കുകയും അവരുടെ വാക്ക് സത്യമാണെന്ന് തെളിയിക്കാൻ ബെന്യാമീനെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവർ മടങ്ങുമ്പോൾ അവരുടെ പണവും ചാക്കുകളിൽ തിരികെ കിട്ടിയതായി കണ്ടെത്തുന്നു. അതുകൊണ്ട് അവർ ഭയപ്പെടുന്നു. അവർ മടങ്ങി വന്നെല്ലാം യാക്കോബിനോട് പറയുന്നു. എന്നാൽ അവൻ ബെന്യാമീനെ അയക്കാൻ മടിക്കുന്നു. ഈ അധ്യായം ദൈവം എങ്ങനെ മനസാക്ഷിയെ ഉണർത്തി പുനഃസ്ഥാപനത്തിൻ്റെ പ്രക്രിയ ആരംഭിക്കുന്നുവെന്ന് കാണിക്കുന്നു. യോസേഫിൻ്റെ പരീക്ഷണം പ്രതികാരത്തിനല്ല, സഹോദരന്മാരുടെ മാറ്റത്തിനാണ്. അവരുടെ പഴയ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം പുറത്തു വരാൻ തുടങ്ങുന്നു. മനസാക്ഷിയുടെ പ്രവർത്തനം പ്രകടമാക്കുന്നു. ദൈവം പലപ്പോഴും കഠിനമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് മാനസാന്തരത്തിനും സൗഖ്യത്തിനും വഴിയൊരുക്കുന്നു. യോസേഫിൻ്റെ മറഞ്ഞിരിക്കുന്ന തിരിച്ചറിയൽ ദൈവം പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്ന രീതിയെ സൂചിപ്പിക്കുന്നു. പുനഃസ്ഥാപനം പഴയ തെറ്റുകൾ അംഗീകരിക്കുന്നതോടെ ആരംഭിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ കഴിഞ്ഞകാല പിഴവുകൾ പലപ്പോഴും നമ്മെ നേരിടാനും ആത്മപരിശോധനയ്ക്കും പ്രേരിപ്പിക്കുന്നു. ദൈവം സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു എന്നതാണ് ഈ അധ്യായത്തിൻ്റെ പാഠം. നമ്മുടെ കഴിഞ്ഞ ജീവിതത്തെ സത്യസന്ധമായി നേരിടുന്നത് നമ്മുടെ സൗഖ്യത്തിന് ആവശ്യമാണ്. ചിലപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം ആശയക്കുഴപ്പമോ കഠിനതയോ പോലെ തോന്നാം. എന്നാൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം നാശത്തിനല്ല, പുനഃസ്ഥാപനത്തിനാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കണം. യഥാർത്ഥ മാറ്റം മാനസാന്തരത്തിലും വിനയത്തിലും ആരംഭിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവം അവസരങ്ങൾ തുറക്കുമ്പോൾ ഞാൻ തയ്യാറായിരിക്കാനും കാത്തിരിപ്പിൻ്റെ കാലങ്ങളിൽ വിശ്വസ്തനായി തുടരാനും തയ്യാറാണോ? കഠിനമായ സാഹചര്യങ്ങളിലൂടെ ദൈവം എന്നെ തിരുത്താനും മാറ്റാനും അനുവദിക്കുന്നുണ്ടോ?
ചിന്തിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.